ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കി തന്ന വൻകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഒരു കാലഘട്ടത്തിന് നടുവിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരു സങ്കേത നഗരമുണ്ടെന്നും ആ സങ്കേത നഗരത്തിലേക്ക് അണയുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുവാനും ഇന്ന് രാത്രി ഇടയാകട്ടെ. ഇരുൾ തിങ്ങിടുന്ന പാതകളിൽ, കരൾ വിങ്ങിടുന്ന വേളകളിൽ കർത്താവേ, എൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുവാൻ നിനക്ക് സാധ്യമാകും. ആ ദൈവത്തിന് നമുക്ക് ഈ രാത്രി നന്ദി കരയറ്റാം. സ്തോത്രത്തോടുകൂടി നമുക്ക് ഈ ഗാനത്തിൻ്റെ ഈരടി ശ്രവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എത്ര നല്ലവനാം പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത
ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. 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 ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനത്തിൻ്റെ ചുറ്റും വീണ്ടും നമുക്ക് ഇരിപ്പാനും ധ്യാനിപ്പാനും ലഭിക്കുന്ന അവസരത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവവചനം നമുക്ക് ജീവൻ നൽകുന്നു. ദൈവവചനം നമുക്ക് ധൈര്യം പകരുന്നു. ദൈവവചനം നമുക്ക് ശക്തിയും തരുന്നു. അതുകൊണ്ട് ദൈവവചന ധ്യാനവും പഠനവും നമ്മുടെ ജീവിതത്തിന്, കുടുംബത്തിന് അനുഗ്രഹം, ഐശ്വര്യം എല്ലാറ്റിനും മതിയായതാകും. ജീവിതത്തിൻ്റെ അന്ധകാരത്തിൽ കൂടെ ദൈവം നമുക്ക് തരുന്ന ശിക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായി താല്പര്യപ്പെടുന്നത്. യെശയ്യാ പ്രവചനം 50-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ആ തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കെട്ടുന്നവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പീൻ. എൻ്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. യെശയ്യാ പ്രവചനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 42-ാമത്തെ അധ്യായം, 49-ാമത്തെ അധ്യായം, 50-ാമത്തെ അധ്യായം, 52-ൻ്റെ 11 മുതൽ 53-ൻ്റെ അവസാനം വരെയുള്ള വാക്യങ്ങളിലും യഹോവയുടെ ദാസനെക്കുറിച്ചുള്ള ഗാനങ്ങളാണ് നാം കാണുന്നത്. സെർവൻറ്റ് സോങ്സ് എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യേശു കർത്താവിനെ കുറിച്ചുള്ളതാണ്. എങ്കിലും വിശ്വാസിയുടെ ഒരു പ്രതിഫലനം, ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനം നമുക്കവിടെ കാണാനായി കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചില വിശേഷണ പദങ്ങൾ കൂടെ ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് കാണാനായിട്ട് കഴിയും.
ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യഹോവയെ ഭയപ്പെടുകയും തൻ്റെ ദാസൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? ആ പ്രത്യേക വാക്യത്തിൽ കൂടെ ഒരു യഹോവ ഭക്തനെ വളരെ വ്യക്തമായി ചിത്രീകരിച്ച് കാണിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ദൈവഭക്തിയുടെ പ്രധാന 2 ഘടകങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുക. 2, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. അതുകൊണ്ടൊരു വിശ്വാസിയുടെ ജീവിതത്തെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കതിലേക്കൊന്ന് നോക്കാം. ഒരു വ്യാജമായ ആത്മീക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അല്ലിത്. ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ചിത്രീകരണമാണ്. മോഡൽ ഓഫ് എ ഗോഡ്ലി ലൈഫ്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നു ഫിയറിങ് ഗോഡ്, ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടേണ്ടതല്ലയോ? ദൈവം എത്ര വലിയവനും ശ്രേഷ്ഠനും, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ എത്ര ഭയങ്കരനുമാണ് എന്ന് കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ള ചില സ്ഥലങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അന്ധതമസും തീയും കാഹളനാദവും ഒക്കെ മുഴങ്ങിക്കേട്ട സ്ഥലത്താണ്, സീനായി പർവ്വതത്തിലാണ് ന്യായപ്രമാണവുമായി ദൈവം തമ്പുരാൻ എഴുന്നള്ളിയത്. എബ്രായ ലേഖനത്തിലും പുറപ്പാട് പുസ്തകത്തിലും അത് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ഭയങ്കരത്വം നമ്മെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്രയും വലിയ ആ തീക്ഷ്ണമായ അവസ്ഥയിൽ കൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. So we must fear God because He is an awesome God. ദൈവം അതിഭയങ്കരനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്താ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ? ഒന്ന്, ദൈവത്തെ ബഹുമാനിക്കുക. ദൈവത്തിന് നമ്മുടെ പൂർണ്ണ ബഹുമാനവും ആദരവും നൽകുക. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മൂല്യം, വെയിറ്റ് നാം അവന് കൊടുക്കുക. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും വേണമല്ലോ. അതുമാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ ഭക്തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. യഹോവ ഭക്തി, ഫിയർ ഓഫ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ. ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞാൽ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തെ ഭയപ്പെടുന്നതാണ്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ഒരു ദൈവികമായ ഒരു പരിജ്ഞാനമുണ്ട്. ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും ആവശ്യം വിവേകമാണ്. വളരെ വിദ്യാസമ്പന്നരായ ചില ആളുകൾ വിവേകശൂന്യരായി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള വിവേകം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തെ ഭയപ്പെടുമ്പോഴാണ്. അതുമാത്രമല്ല, ദൈവത്തെ ഭയപ്പെടുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു. 147 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യത്തിൽ ഇങ്ങനെയുള്ളവരിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ എല്ലാം ആഗ്രഹമാണല്ലോ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതിനുള്ള വ്യഗ്രതയാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, ഫിയർ ഗോഡ് ആൻഡ് ഹി വിൽ ബി പ്ലീസ്ഡ്. മൂന്നാമതായി, ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രമാണങ്ങളുണ്ടാകും. ദർ വിൽ ബി ഫ്യൂ പ്രിൻസിപ്പിൾസ് ഇൻ അവർ ലൈഫ്. ഈ നല്ല ഒരു ഉദാഹരണം, മിസ്രൈമിൽ ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലണമെന്ന് ഫറവോൻ കൽപ്പിച്ചിട്ടും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക നിമിത്തം അങ്ങനെ ചെയ്തില്ല എന്ന് നാം വായിക്കുന്നു. അപ്പോൾ രാജകൽപ്പന അങ്ങനെയാണെങ്കിലും ദൈവത്തെ ഭയപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു പ്രമാണമുണ്ട്, ഒരു ശൈലിയുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭക്തൻ
സാക്ഷാൽ ദൈവഭക്തനാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ ദൈവഭയം ഉണ്ട് എന്ന് കാണാൻ കഴിയും. രണ്ടാമതായി അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന വ്യക്തിയാണ്. 10-ാമത്തെ വാക്യത്തിൽ വീണ്ടും അത് കാണാൻ കഴിയും. ഒബേയിങ് ഗോഡ്. വാസ്തവത്തിൽ ദൈവഭക്തിയുടെ അടിസ്ഥാനം ദൈവവചനം അനുസരിക്കുകയാണല്ലോ. ഈ ദൈവവചനം എന്ന് പറയുന്നത് ഭവനത്തിൽ ഒരു അലങ്കാര വസ്തുവായി വെച്ചിരിക്കുന്ന പുസ്തകമല്ല. അതിൽ ദൈവവചനമുണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് ദൈവവചനം ലഭിക്കുന്നത്. അത് നമ്മുടെ കരങ്ങളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടും നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നില്ല. ദൈവത്തെ ഭയപ്പെടുന്നതും ദൈവവചനം ചുമക്കുന്നതും അനുഗ്രഹമാണ്. എങ്കിലും അതിനെക്കുറിച്ച് ഒരു ഗൗരവമില്ലാതെ അതിനെ ചുമക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുകയില്ല. എന്നാൽ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിന് അടിസ്ഥാനം. കർത്താവ് പറഞ്ഞു, അങ്ങനെയുള്ളവർ പാറമേൽ വീട് പണിത മനുഷ്യന് സദൃശ്യമാണ്. എത്ര കാറ്റടിച്ചാലും എത്ര മഴ പെയ്താലും ഒരു പ്രതിസന്ധിയുമില്ല. വെള്ളം പൊങ്ങിയാലും ഇളകിപ്പോകത്തില്ല. കാരണം അടിസ്ഥാനത്തിൽ പണിത ഭവനം അഥവാ ആ ജീവിതം ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതം, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നു എന്ന് നാം കാണുന്നു. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തെ ഭയപ്പെടുന്നതും ദൈവത്തെ അനുസരിക്കുന്നതുമാണ്. സാക്ഷാൽ ഒരു വിശ്വാസിയെ മനസ്സിലാക്കണമെങ്കിൽ അവൻ ദൈവവചനത്തിൽ എത്ര പ്രമോദിക്കുന്നെന്നും ദൈവവചനത്തെ എത്ര സ്നേഹിക്കുന്നെന്നും ദൈവവചനം കേൾക്കുമ്പോൾ അത് അനുസരിക്കാൻ എന്തുമാത്രം വ്യഗ്രതയുണ്ടെന്നും നോക്കിയാൽ മതി. ഒരു വിശ്വാസിയുടെ ആത്മീക ജീവിതം നമുക്ക് അളക്കാൻ കഴിയും. അപ്പോൾ ഈ മനുഷ്യൻ, ഈ വ്യക്തി, ഈ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യൻ ദൈവഭക്തനാണ്, എ ഗോഡ്ലി മാൻ. എന്നാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ നടന്നാലും. അപ്പോൾ അവന് ഉണ്ടാകുന്ന ഒരു ജീവിതാന്തരീക്ഷം വർണ്ണിച്ചിരിക്കുകയാണ്. പ്രകാശമില്ലാത്ത അന്ധകാരം തൻ്റെ ജീവിതാന്തരീക്ഷത്തിൽ വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകാശമില്ലാതെ വരാൻ കാരണം എന്താണെന്നുള്ളത് 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ വരത്തില്ലല്ലോ. ദൈവം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ ആകാശത്തെ ഇരുട്ട് ഉടുപ്പിക്കുകയും രട്ട് പുതപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജീവിതത്തിൽ ദൈവം ഭക്തൻ്റെ ജീവിതത്തിലും ഒരു അന്ധകാരത്തിൻ്റെ അനുഭവം ചിലപ്പോൾ കൊണ്ടുവരും. കാരണം ജീവിതത്തിൻ്റെ സീസൺസ് ദൈവം പലപ്പോഴും മാറ്റാറുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകും പിന്നീട്. ഫലകരമായൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൂടെ ലോകത്തിന് കിട്ടേണ്ടതിന് സീസണൽ ചേഞ്ചസ് ആവശ്യമാണ്. അതുകൊണ്ട് അന്ധകാരത്തിൽ കൂടെ നടക്കുന്ന ഒരവസരം അത് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം ആകാശത്തെ ഇരുട്ട് ഉടുപ്പിക്കുന്നു, രട്ട് പുതപ്പിക്കുന്നു. ഇറ്റ് ഈസ് ഗോഡ് ഹു ബ്രിങ്സ് ഇറ്റ് അപ്പ്. അപ്പോൾ അതിനകത്തൊരു കാര്യം പ്രത്യേകം ഓർക്കണേ, ദൈവമാണ് അത് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശം, ഒരു പ്ലാനുണ്ട്. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സമയവുമുണ്ട്. ദൈവം ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു പ്രത്യേക കാര്യസാധ്യം, ഒരു പേർപ്പസ് കൂടെ ഉണ്ട്.
So if God has done it, there is a plan behind it, there is a time for it, and there is a purpose for it. അപ്പോൾ ഈ ഭക്തനാണ്, ഭക്തൻ്റെ ജീവിതത്തിൽ വരുന്ന അന്തരീക്ഷത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ വാക്യത്തിൽ കൂടെ ഒരു ജീവിതത്തിൻ്റെ സത്യാവസ്ഥയായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്നത് വേദപുസ്തകത്തിലും ചരിത്രത്തിലും ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് ഉണ്ടായതൊന്ന് ഓർക്കുമ്പോൾ നമുക്കിത് വാസ്തവത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. യോഹന്നാൻ സ്നാപകൻ്റെ കാര്യം ഒന്ന് എടുത്തു നോക്കുക. അദ്ദേഹത്തെ പോലെ ജീവിതത്തിൻ്റെ പ്രത്യേക ഉദ്ദേശത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ സാധ്യതയെക്കുറിച്ചും നല്ല ഉറപ്പുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടി വന്നു, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ശുശ്രൂഷിക്കണം, ഇതൊക്കെ വളരെ വ്യക്തമായ അറിവുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് മരുഭൂമിയിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29 യേശു അതുവഴി വരുന്നത് കണ്ടിട്ടാണ് പറഞ്ഞേ. അപ്പോൾ എത്ര വ്യക്തമായ കാഴ്ചപ്പാട് ക്രിസ്തു യേശുവിനെക്കുറിച്ചുണ്ടെന്ന് വിചാരിക്കണം. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഇതേ മനുഷ്യൻ യേശു കർത്താവിൻ്റെ അടുത്ത് ആളുകളെ വിട്ടേച്ച് ചോദിക്കുക, ഗുരോ, വരുവാനുള്ളവൻ നീയാണോ, അതോ ഞങ്ങൾ വേറൊരുത്തിന് വേണ്ടി കാത്തിരിക്കണമോ? പെട്ടെന്നൊരു അന്ധകാരം തന്നെ ചുറ്റുന്നു. കാരണം അദ്ദേഹം കാരാഗ്രഹത്തിലാണ്. ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ മാറിയപ്പോൾ ഈ ഭക്തൻ്റെ ജീവിതത്തിൽ ചിന്താക്കുഴപ്പങ്ങൾ വരുന്നു. ഹബക്കൂക്കിൻ്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ പ്രവചനം ആരംഭിക്കുന്നത് തന്നെ യഹോവ എത്രത്തോളം, കാരണം ബാബിലോണ്യ സാമ്രാജ്യം ഈ ജനത്തെ പീഡിപ്പിക്കുമോ എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഈ ജനത്തേക്കാൾ അനീതിയുള്ളവർ ഈ ജനത്തെ പീഡിപ്പിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. ഭക്തൻ്റെ ജീവിതത്തിലൊരു അന്ധകാരം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതം പലപ്പോഴും ഈ സത്യത്തെ വിളിച്ചറിയിക്കുന്നതാണ്. ഉപദ്രവങ്ങൾ, കഷ്ടങ്ങൾ, ഇടുക്കങ്ങൾ, വേദനകൾ, ഇതൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിരുന്നു. അതുകൊണ്ട് യഹോവ ഭക്തനായ പുരുഷൻ ഇരുളിൻ്റെ അനുഭവത്തിൽ കൂടെ പോകാൻ സാധ്യതയുണ്ട്. കാരണം ദൈവം അത് അനുവദിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ വേദഭാഗത്ത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഒരു വിധത്തിൽ വൈ എന്നുള്ളതിന് ഒരു ഉത്തരം പലപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയത്തുമില്ല. എന്തുകൊണ്ടെന്നുള്ളത് ദൈവത്തോട് ചോദിക്കാം. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും എന്താണ് കാരണം എന്നുള്ളത് എപ്പോഴും നമുക്ക് ലഭിച്ചു എന്ന് വരത്തില്ല. എന്നാൽ വേദപുസ്തകത്തിൽ കൂടെ വിശ്വാസിക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സത്യമുണ്ട്. ഹൗ ക്യാൻ വി ഗോ ത്രൂ ഇറ്റ്? ഇതിനകത്തൂടെ എങ്ങനെ നമുക്ക് കടന്നു പോകാൻ കഴിയും? കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ വാറൻ വിഴ്സ്ബി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, We do not live on explanations, but we live on the promises of God. ഈ വിശദീകരണങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഭാഗ്യവാനായ ഈ പുരുഷൻ്റെ ജീവിതത്തിൽ അന്ധകാരം വന്നത് എന്തുകൊണ്ടെന്നല്ല നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ എങ്ങനെ ജീവിക്കണമെന്നാണ്, ഇതിനെ തരണം ചെയ്യണമെന്നാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത് നോക്കുക, 10-ാമത്തെ വാക്യത്തിൽ, നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവനാർ തനിക്ക് പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഒന്നാമത് പറഞ്ഞിരിക്കുക,
ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് ട്രസ്റ്റ് ഇൻ ഗോഡ്. വളരെ ലളിതമായി തോന്നും, എന്നാൽ ജീവിതത്തിൽ അന്ധകാര സമയം വരുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. ആശ്രയിക്കാൻ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടായി തോന്നും. എന്നാൽ വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തിരുവചനം പഠിപ്പിക്കുക, ട്രസ്റ്റ് ഇൻ ഹിം. 62-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. ഇൻ ഓൾ സീസൺസ് ട്രസ്റ്റ് ഹിം. അപ്പോൾ പ്രകാശത്തിൽ കർത്താവിൽ ആശ്രയിച്ചതുപോലെ അന്ധകാരത്തിലും ദൈവത്തിൽ ആശ്രയിക്കുക. സദൃശവാക്യം 3:5, നിൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ എന്ത് നമുക്കുണ്ടാകണം? ഒന്ന്, ദൈവത്തെ വാസ്തവത്തിൽ അടുത്തറിഞ്ഞെങ്കിലേ ദൈവത്തിൽ ഇങ്ങനെയുള്ള സമയത്ത് ആശ്രയിക്കാനൊക്കത്തുള്ളൂ. ദൈവവുമായി അടുത്ത ബന്ധമില്ലാത്തവർക്ക് കർത്താവിൽ ആശ്രയിക്കാനൊക്കത്തില്ല. സോ യു മസ്റ്റ് നോ ഹിം ടു ട്രസ്റ്റ് ഹിം. ഞാനിതിന് ഉപയോഗിക്കുന്നൊരു ഉദാഹരണമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നൊരു കളിയുണ്ട്. അവർ അടുത്ത് വന്നേച്ച് പറയും, ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണടച്ചു, എന്നിട്ട് പറയും വാ തുറന്നേന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇടാനാ. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കണ്ണടച്ചോ വാ തുറന്നേന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല. എനിക്ക് വളരെ അടുത്തറിയാവുന്നൊരു വ്യക്തി, somebody whom I love, I know, says, close your eyes, open your mouth, I'll do it. ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ അതുപോലെ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുകയും ദൈവത്തോടുള്ള ബന്ധം ഉണ്ടായിരിക്കുകയും ചെയ്യണം. ഗെത്സമന തോട്ടത്തിൽ ജീവിത പോരാട്ടത്തിൻ്റെ നടുവിലാണല്ലോ കർത്താവായ യേശുക്രിസ്തു നടന്നത്. അവിടെ പിതാവിനെ വിളിച്ച വാക്ക് ശ്രദ്ധിക്കണം, അബ്ബ ഫാദർ, പിതാവേ. സ്വീറ്റ് റിലേഷൻഷിപ്പ്. ജീവിതത്തിൻ്റെ അന്ധകാരത്തിൽ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ പിതാവിനോട് ആ ബന്ധം ഉണ്ടാകണം. 2, ദൈവത്തെ അറിയുക മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളാണ്. സങ്കീർത്തനക്കാരൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചല്ലോ, ഞാൻ ആശ്രയിക്കാൻ പോവുക, കാരണം 7-ാമത്തതിലും തിന്മ എന്നെ തൊടത്തില്ല. So his memory of the past gave him the ability to trust God. അപ്പോൾ ജീവിതത്തിൻ്റെ ഇരുട്ടുകളൊക്കെ വരുമ്പോൾ ചെയ്യാവുന്നൊരു നല്ല കാര്യം, പുറകോട്ട് നോക്കി കഴിഞ്ഞ നാളുകളിൽ നടത്തിയ അനുഭവങ്ങളെ ഒന്ന് ഓർക്കണം. ദാവീദ് അതല്ലയോ ചെയ്തേ? സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ഒരിക്കൽ കരടിയുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു. അപ്പോൾ ഈ മല്ലൻ്റെ കയ്യിൽ നിന്നും ദൈവം രക്ഷിക്കും. ദൈവത്തെ അറിയണം, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതൊക്കെ ഓർക്കണം. വേറൊരു മാർഗം കൂടിയുണ്ട്. അനേക ഭക്തന്മാരെ നടത്തിയതൊക്കെ തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തും. See what God has done for others. അപ്പോൾ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ. അതുകൊണ്ടാണ് ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കണം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രകാശമില്ലാത്ത ഇരുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. പുട്ട് യുവർ ഹോൾ വെയ്റ്റ് ഓൺ ഹിം. പലപ്പോഴും ഈ ആശ്രയിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമായിട്ട് തോന്നും. എന്താണ് അതിൻ്റെ അർത്ഥം? വിശ്വസിക്കുക എന്നുള്ളതാണോ? ഒരിക്കലൊരു സ്ത്രീ നയഗ്ര ഫോൾസ് കാണാൻ പോയത് ഞാൻ കേട്ടിട്ടുണ്ട്.
അതിൻ്റെ അടുത്ത് വരെ ചെല്ലാമെന്നാണ് പറഞ്ഞത്. അത് വീഴുന്ന സ്ഥലത്തിങ്ങനെ അതിനോട് ചേർന്ന് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ വലിയ ശബ്ദകോലാഹലങ്ങളാണ്. വലിയൊരു നദി തന്നെയാണല്ലോ വന്ന് വീഴുന്നത്. അതുമാത്രമല്ല, വളരെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയും ഈ വെള്ളം താഴോട്ട് വീഴുന്നത് ചെറുതുള്ളികളായ അന്തരീക്ഷത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒരു വിധത്തിൽ വളരെ പ്രയാസകരമായി തോന്നും. എന്നാൽ റെയിലിങ്സിലൊക്കെ പിടിച്ചുകൊണ്ട് അടുത്തതിൻ്റെ സമീപ സ്ഥലം വരെ പോകാൻ കഴിയും. പ്രായമുള്ള ഈ സ്ത്രീ പോകാനായിട്ടൊരു ഗൈഡ് കൊണ്ടുപോവുകയാണ്. ഈ ശബ്ദവും അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ഭയപ്പെട്ടു, ഒന്നും മടിച്ചു. അപ്പോൾ ആ ഗൈഡ് പറഞ്ഞു, പോരെ, പേടിക്കണ്ട, ആ റെയിലിങ്ങെ പിടിച്ചിങ്ങ് വന്നാൽ മതി. എങ്കിലും ആ സ്ത്രീ മടിച്ചു. അവസാനം ആ മനുഷ്യൻ അങ്ങോട്ട് ചെന്നേച്ച് പറഞ്ഞു, എന്നെ ഒന്ന് പിടിച്ചോ. ആ സ്ത്രീ ഒരു കൈ എടുത്ത് ആ മനുഷ്യനെ പിടിച്ചു. മുന്നോട്ട് ഗമനമില്ല, കാരണം മറ്റേ കൈ ഇപ്പോഴും റെയിലിങ്സിലാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, 2 കൈയും റെയിലിങ്സിൽ നിന്ന് വിടണം, എന്നെ പിടിക്കണം. ഐ വിൽ ടേക്ക് യു, ഞാൻ കൊണ്ടുപോവാം. ഈ ദൈവത്തെ വിശ്വസിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം, തമ്പുരാനെ ഒരു കരം കൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിലും ഒരു കരം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ റെയിലിങ്സിലാണ്. ജീവിതാന്തകാലത്തിൽ ദൈവത്തെ വിശ്വസിക്കണം. നല്ലൊരു ഉദാഹരണം ദൈവവചനത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം. കഷ്ടങ്ങളുടെ തീച്ചുളയിൽ കൂടെ പോയ ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, അവനെന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ഈവൻ ദോ ഹി സ്ലേ മീ, യെറ്റ് ഐ വിൽ ട്രസ്റ്റ് ഹിം. അപ്പോൾ ജീവിതത്തിൻ്റെ അന്ധകാരങ്ങളിൽ കൂടെ പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചോണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ദൈവത്തെ ആശ്രയിക്കാൻ നമുക്ക് കഴിയുമോ? നിശ്ചയമായും കഴിയും. ഒരു കാര്യം അറിയണം, ദൈവം സർവാധികാരി, സർവശക്തൻ. ഗോഡ് ഈസ് സോവറിൻ ആൻഡ് ഓൾ പവർഫുൾ. Can't we trust him? ദൈവത്തിൽ ആശ്രയിക്കുക. അതുകൊണ്ട് ഒന്നാമത്, ജീവിതത്തിൻ്റെ അന്ധകാരങ്ങളിൽ കൂടെ പോകുമ്പോൾ ദൈവവചനം നമുക്ക് ആലോചന പറഞ്ഞു തരികയാണ്. യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച്. യഹോവയുടെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. നാം ദൈവത്തെ അടുത്തറിയുമ്പോൾ, കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ അവൻ നടത്തിയത് ഓർക്കുമ്പോൾ, മറ്റുള്ളവരിൽ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നമുക്കവനെ ആശ്രയിക്കാൻ കഴിയും. ജനമേ, എല്ലാ കാലത്തും ഇരുട്ടിലും അവനിൽ തന്നെ ആശ്രയിപ്പീൻ. രണ്ടാമതായി, പ്രകാശമില്ലാത്ത ഇരുട്ടിൽ കൂടെ നാം നടക്കുമ്പോൾ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുക മാത്രമല്ല, തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ എന്നും കൂടെ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ലീൻ ഓൺ ഹിം, അവനിൽ ചാരിക്കൊള്ളുക. ഞാനൊരല്പം വ്യാഖ്യാനിച്ച് പറയട്ടെ. യഹോവയിൽ വിശ്രമിക്കുക. വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയല്ല, ദൈവത്തിൽ ചാരിക്കൊണ്ട് ഇപ്പോൾ ആക്കിയിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ സ്വസ്ഥതയോടുകൂടെ മുന്നോട്ട് പോവുക. കണ്ടിന്യൂ ടു ലിവ് ഈവൻ ഇൻ ദ ഡാർക്ക് പ്ലേസ് ഫ്രൂട്ട്ഫുള്ളി. ഫലകരമായി അന്ധകാരത്തിൻ്റെ നടുവിലും ദൈവത്തിൽ ചാരിക്കൊണ്ട് ഫലകരമായി ജീവിക്കുക. അനേകരുടെ ജീവിതങ്ങൾ നമുക്ക് ഉദാഹരണമാണ്. അപ്പോസ്തലനായ പൗലോസ് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിലായ ഒരു സംഭവം അപ്പോസ്തലർ പ്രവൃത്തി 27ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പട്ടിണി കിടക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ നടുവിൽ അപ്പോസ്തലനായ പൗലോസ് എഴുന്നേറ്റ് നിന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് മറ്റുള്ള സഹയാത്രക്കാരോട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: സഹോദരന്മാരെ, ഭയപ്പെടണ്ട. കാരണം ഇന്നലെ രാത്രി ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവം തൻ്റെ ദൂതനെ എൻ്റെ അടുക്കൽ അയച്ചു. അതുകൊണ്ട് ധൈര്യപ്പെട്ടിരിപ്പേ. പൗലോസ് അപ്പോസ്തലൻ ധൈര്യപ്പെട്ടെന്ന് മാത്രമല്ല,
ജീവിതത്തിൻ്റെ അന്ധകാര സമയത്ത് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തി. ഹി കണ്ടിന്യൂ ടു സെർവ്. അപ്പോൾ ജീവിതത്തിൽ എത്ര ആവശ്യമാണ് യഹോവയിൽ തന്നെ ചാരിക്കൊള്ളട്ടെ. പഴയ നിയമത്തിലെ ഭക്തനായ യോസേഫ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ജീവിതാന്തരീക്ഷം നോക്കിയാൽ മുഴുവൻ കഷ്ടങ്ങളിൽ കൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. തൻ്റെ ആദ്യ നാളുകൾ സഹോദരന്മാരാൽ തള്ളപ്പെട്ടു. എങ്കിലും ഭവനത്തിൽ അവൻ വിശ്വസ്തനും ഫലകരമായ ജീവിതവും നയിച്ചു. പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ വന്നു. ശോധനയുടെ നടുവിലും ഫലകരമായി ജീവിച്ചു. അടിമയെന്നുള്ള നിലയിൽ ജീവിക്കേണ്ടി വന്നെങ്കിലും ഹി ലിവ്ഡ് എ ഫ്രൂട്ട്ഫുൾ ലൈഫ്. തെറ്റിദ്ധാരണകൾ നിമിത്തം പേരുദോഷം സമൂഹത്തിൽ ഉണ്ടായെങ്കിലും കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവിടെയും ഫലകരമായി ജീവിച്ചു. കൊട്ടാരത്തിൽ വന്നപ്പോഴും ദേശത്തിന് ഫലകരമായി എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ദൈവത്തിൽ ചാരി നിൽക്കുന്ന അനുഭവം, റെസ്റ്റിംഗ് ഓൺ ഗോഡ്. അപ്പോൾ പ്രകാശമില്ലാത്ത അന്ധകാരത്തിൽ കൂടെ നടക്കുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുക മാത്രമല്ല, ദൈവത്തിൽ ചാരി ഫലകരമായി ജീവിക്കുക. പലപ്പോഴും നാം മടുത്തു പോകുന്നവരാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ പലപ്പോഴും അങ്ങ് നിർത്തും. വി സ്റ്റോപ്പ് ടു ഡു വാട്ട് വി ആർ ഡൂയിങ്. ഇനിയും സൗകര്യമായ ഒരു അന്തരീക്ഷം വരാനായിട്ട് കാത്തിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുത്തു പോകണ്ട, പ്രവർത്തനത്തിൽ മടുത്തു പോകണ്ട. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ, ശുശ്രൂഷകളിൽ മടുത്തു പോകാതെ മുന്നോട്ട് പോവുക. മൂന്നാമതായി, ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ നാം ചില കാര്യങ്ങൾ പഠിക്കണം. ദൈവം നമ്മെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ, അന്ധകാരത്തിൽ കൂടെ അയക്കുന്നത് ചിലത് പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ്, ടു ലേൺ. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, നെവർ വേസ്റ്റ് യുവർ സോറോസ്. ദുഃഖങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം പല കാര്യങ്ങൾ അവിടെ പഠിക്കാൻ നമുക്ക്. അതുകൊണ്ട് അതിനുവേണ്ടി നാം ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇവിടെ നാം വായിക്കുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. 4-ാം വാക്യത്തിലാണ്. അതുകൊണ്ട് ചിലതൊക്കെ കേൾക്കേണ്ടതിന് ചെവി ഉണർത്തുന്നു. അപ്പോൾ നാം പഠിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ട്. ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. ഒരു മനുഷ്യൻ പക്ഷികളെ പാടാൻ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ആയിരുന്നു. അദ്ദേഹം എപ്പോഴും പക്ഷികളെ കൊണ്ടുവരും, അതിനെ പാട്ട് പാടാൻ പഠിപ്പിക്കും. എന്നാൽ ഒരു പക്ഷിയെ എത്ര ശ്രമിച്ചിട്ടും അത് സംസാരിക്കുന്നുമില്ല, പാടുന്നുമില്ല. അവസാനമായി അദ്ദേഹം ആ പക്ഷിയുടെ കൂട് ഒരു കറുത്ത തുണി കൊണ്ടങ്ങ് മൂടി. ഇരുട്ടിൻ്റെ അന്തരീക്ഷം കുറച്ച് ദിവസം കൊടുത്തു. എന്നിട്ട് അടുത്ത് നിന്ന് ചെറിയ മൂളിപ്പാട്ടുകൾ പാടി സംസാരിച്ചു തുടങ്ങി. അധികം താമസിയാതെ സംസാരിക്കാത്ത, പാടാത്ത ഈ പക്ഷി സംസാരിക്കാനും പാടാനും തുടങ്ങിയെന്നാണ് ആ കഥയിൽ കൂടെ നാം മനസ്സിലാക്കുന്നത്. ഇത് ജീവിതത്തിൽ വലിയ യാഥാർത്ഥ്യമാണ്. ഈ സന്തോഷ അനുഭവങ്ങളിൽ പഠിക്കാത്തതും മനസ്സിലാക്കാത്തതുമായ അനേക പാഠങ്ങൾ ജീവിതത്തിൻ്റെ വേദനകളിലാണ് നാം പഠിക്കുന്നത്. വി നീഡ് ഗ്രേറ്റ് ലെസൺസ്. വി ലേൺ ഗ്രേറ്റ് ലെസൺസ് ഇൻ ടൈംസ് ഓഫ് സോറോ ആൻഡ് ട്രബിൾ. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു നോക്കിയാൽ ലോകത്തെ അനുഗ്രഹിച്ചിട്ടുള്ള അനേക പാട്ടുകൾ ഭക്തന്മാരുടെ ജീവിത സമ്മർദ്ദങ്ങളുടെ നടുവിൽ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്നാണ്, വേദനയുടെ നടുവിൽ നിന്നാണ്. ജോൺ ബനിയനെ കാരാഗ്രഹത്തിലാക്കി.
ദൈവവചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു പീഡനമാണ്. എങ്കിലും അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്ന ആ സമയം കൊണ്ടാണ് ലോകത്തെ അനുഗ്രഹിച്ച പരദേശിമോക്ഷയാത്ര എന്ന പുസ്തകം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ വേദനകളെ അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല. ഹി നെവർ വേസ്റ്റഡ് ഹിസ് സോറോ, ഹി യൂസ്ഡ് ഇറ്റ്. ദൈവത്തിൽ നിന്ന് കേട്ട് ലോകത്തിന് അനുഗ്രഹമാകത്തക്കവണ്ണം അദ്ദേഹം അത് ഒരു പുസ്തകമായി രൂപീകരിച്ചു. എത്രയോ ആവശ്യമുള്ളൊരു കാര്യമാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദാവീദ് പഠിച്ചതും ആ പഠിച്ച കാര്യങ്ങൾ സങ്കീർത്തനത്തിൽ കൂടെ നമുക്കിന്ന് ലഭിക്കുന്നതിൻ്റെയും കാരണം ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടങ്ങളാണ്. മരുഭൂമിയിൽ മോശയെ വിനയപ്പെടുത്തിയാണ് ദൈവം അവനെ സൗമ്യതയുള്ളവനാക്കിയത്. യോസേഫിനെ കഷ്ടങ്ങളിൽ കൂടെ അയച്ചാണ് പ്രയോജനപ്പെടുന്നവനാക്കിയത്. യാക്കോബിനെ ജീവിതത്തിൻ്റെ തോൽവികളിൽ നിന്നുണ്ടായ ഭയങ്ങളിൽ കൂടെ ദൈവം അവനെ രൂപീകരിച്ചാണ് അവനെ ഒരു ഭക്തനാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്തത്. എപ്പോഴും ഓർക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ സീസണൊക്കെ മാറി വരും. ചിലപ്പോൾ അല്പകാലത്തേക്ക് ഇരുട്ടിൽ കൂടെ സഞ്ചരിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ചെവിയെ ഉണർത്തി ദൈവത്തിന് എന്തു പറയാനുണ്ട് എന്ന് ശ്രദ്ധയോടെ കേൾക്കുക. നെവർ വേസ്റ്റ് യുവർ സോറോസ്. നാലാമതായി, വളരെ ക്ഷമയോടുകൂടെ ഈ സമയത്ത് കാത്തിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു വാക്ക് ശ്രദ്ധിക്കുക. തീ കത്തിച്ച് തീയമ്പുകൾ അരയ്ക്ക് കെട്ടുന്നവരെ. ഇതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ ആഗ്രഹിക്കുക. ജീവിതത്തിൻ്റെ ഇരുട്ട് വരുമ്പോൾ അവിടെ വെളിച്ചമുണ്ടാക്കി അതിനകത്തു നിന്നൊരു കുറുക്കുവഴി സൃഷ്ടിക്കാൻ പ്രവണത നമ്മിലെല്ലാം ഉണ്ടാകും. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ബി ദെയർ, വി വാണ്ട് ടു എസ്കേപ്പ്. അതുകൊണ്ട് തമ്പുരാൻ അന്ധകാരത്തിൻ്റെ അന്തരീക്ഷം അല്പകാലത്തേക്ക് തരുമ്പോൾ അവിടെ കാത്തിരിക്കാൻ മനസ്സില്ലാതെ അവിടെ നമ്മുടെ വെളിച്ചം സൃഷ്ടിച്ച് എസ്കേപ്പ് ചെയ്യാൻ ഞാനും നിങ്ങളും ശ്രമിക്കരുത്. ഡോണ്ട് ക്രിയേറ്റ് എ ഷോർട്ട് കട്ട്. അത് പലപ്പോഴും നമുക്ക് ദോഷകരമായി വന്ന് ഭവിക്കും. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്രകാരം 11-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. ഇറ്റ് വിൽ എൻഡ് ഇൻ സോറോ. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതിന് പകരം അവിടെ ഒരു കുറുക്ക് വഴി ഉണ്ടാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാനായി നാം ശ്രമിച്ചാൽ അത് നമ്മെ കൂടുതൽ ദുരിതത്തിലേക്ക് കൊണ്ടുപോകും. യാക്കോബിനും യാക്കോബിൻ്റെ അമ്മ റാഹേലിനും അനുഗ്രഹം തനിക്ക് ലഭിക്കുമെന്നുള്ളത് അരുളപ്പാടിൽ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും രണ്ടു പേർക്കും കാത്തിരിക്കാൻ മനസ്സില്ല. അതുകൊണ്ടൊരു കൊച്ചു കുറുക്ക് വഴിയൊക്കെ ഉണ്ടാക്കി. ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുക്കേണ്ടതിന് ഏസാവ് എന്ന പിതാവിനെ ധരിപ്പിച്ച് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചു. ഭവനത്തിൽ നിന്ന് അവൻ ഓടിപ്പോകേണ്ടി വന്നു. അതുമാത്രമല്ല, റാഹേൽ പിന്നെ യാക്കോബിനെ കണ്ടിട്ടില്ല. കുറുക്കുവഴി ഉണ്ടാക്കിയതാണ്. ഇറ്റ് എൻഡഡ് ഇൻ ഗ്രേറ്റർ സോറോ. ഇത് ഭക്തന്മാരുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. നമ്മുടെ ഉള്ളിലെല്ലാം എസ്കേപ്പ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് ഷോർട്ടൻ ചെയ്യാൻ, ഒന്ന് ചുരുക്കാൻ നമ്മളായി ഒന്ന് ശ്രമിക്കും. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇഫ് ഗോഡ് ഹാസ് പ്ലാൻഡ് ഇറ്റ്, ഹി ഹാസ് ടൈംഡ് ഇറ്റ്.
ദൈവമാണിത് പ്ലാൻ ചെയ്തതെങ്കിൽ ദൈവം അത് ടൈം ചെയ്തിട്ടുണ്ട്. ഈ അവനകത്ത് ചിലതൊക്കെ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ അവൻ്റെ സൈഡിലുള്ള ഒരു നോബ് തിരിക്കും, ടൈം ചെയ്യുക. ഉണ്ടാക്കുന്ന ആ കാര്യം, കുക്ക് ചെയ്യുന്ന കാര്യം അവൻ്റെ ഉള്ളിലോട്ട് വെക്കുമ്പോൾ ചൂടിൻ്റെ അന്തരീക്ഷത്തിലേക്കാണ് വെക്കാൻ പോകുന്നത്. എന്നാൽ അത് വെറുതെ വെക്കുകയല്ല, ടൈമർ സെറ്റ് ചെയ്തേ വെക്കത്തുള്ളൂ. മാനുഷികമായി ഇത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്ര യാഥാർത്ഥ്യമാണ്. വെള്ളി ഊതിക്കഴിക്കുന്നവൻ സിൽവർ സ്മിത്ത് എത്ര കെയർഫുള്ളായിട്ടാണ് തീയിൽ ശോധന ചെയ്യുന്നതെന്നറിയാമോ? കുശവൻ മൺപാത്രം മെനയുമ്പോൾ എത്ര നേരം ആ ചക്രത്തിലിരിക്കണം, എത്രമാത്രം സമ്മർദ്ദം തൻ്റെ കരം കൊണ്ട് കൊടുക്കണം, ഇതൊക്കെ കുശവൻ അറിയാം. ഇരിക്കേണ്ട സമയത്തിന് അധികമായി ഒരല്പനേരം പോലും കുശവൻ ആ ചക്രത്തിൽ ആ പാത്രത്തെ ഇരുത്തത്തില്ല. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നാം തന്നെ കുറുക്കുവഴികൾ സൃഷ്ടിച്ചാൽ എപ്പോഴും അത് കൂടുതൽ വ്യസനത്തിന് കാരണമായി തീരും എന്ന് നാം മനസ്സിലാക്കും. ഒരു ഉദാഹരണം പെട്ടെന്ന് ഞാനൊന്ന് പറയട്ടെ. ദാവീദിൻ്റെ ശത്രുവായിരുന്നു അന്നത്തെ രാജാവ് ശൗൽ. ഒരു വേട്ടനായെപ്പോലെ ദാവീദിനെ ഓടിച്ചെന്നാണ് പറയുന്നത്. കാടുകളിലൊക്കെ എപ്പോഴും ദാവീദിനെ നശിപ്പിക്കാനായി നോക്കി. എന്നാൽ ദാവീദിൻ്റെ കയ്യിൽ ശൗൽ വന്ന് വീണു. ഒരു നിമിഷം കൊണ്ട് ശൗലിൻ്റെ ജീവൻ എടുക്കായിരുന്നു. ഇനി അതിന് ദാവീദിന് മടിയുണ്ടായാൽ കൂടെ നിന്നയാൾ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ചെയ്തോളാം. ദാവീദ് പറഞ്ഞു, യഹോവയുടെ അഭിഷക്തനെ ഞാൻ തൊടത്തില്ല. എനിക്ക് എളുപ്പമാർഗത്തിൽ ആ സ്ഥാനം ലഭിക്കാനായി ഞാൻ കുറുക്കുവഴിയൊന്നും ഞാൻ തേടത്തില്ല. ഐ വിൽ നോട്ട് മേക്ക് മൈ ഓൺ ഷോർട്ട് കട്ട്. ഐ വിൽ വെയിറ്റ് ഫോർ ഗോഡ്സ് ടൈം. ഞാൻ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കും. എത്ര അനുഗ്രഹമായി. അതുകൊണ്ട് ഇവിടെ നമ്മളെ നാലാമതായി പഠിപ്പിക്കുകയാണ്, ബി പേഷ്യൻറ്റ്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ലീൻ ഓൺ ഹിം, ലേൺ ഫ്രം ദ ടൈംസ് ആൻഡ് ബി പേഷ്യൻറ്റ്. അവസാനമായി ഓർക്കുക, ലൈറ്റ് വിൽ ഷൈൻ അഗെയിൻ. നാം ഇങ്ങനെ വായിക്കുന്നു 4-ാം വാക്യത്തിൽ, അവൻ രാവിലെ തോറും, ദർ ഈസ് എ മോർണിംഗ് കമ്മിങ്. ദൈവം കൊണ്ടുപോകുന്ന ടണലിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അങ്ങേയറ്റം തുറന്നതാണ്. ദി അതർ എൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ടണലിൽ കൂടെ തമ്പുരാൻ ഒരിക്കലും കൊണ്ടുപോകത്തില്ല. ഇപ്പോൾ പ്രകാശമില്ലാത്ത ഇരുട്ടിൽ കൂടെ സഞ്ചരിച്ചാലും ഒരു പ്രഭാതം വരുന്നു. 112-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. 30-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ഇപ്പോൾ രാത്രിയാണെങ്കിലും അതിനപ്പുറത്തൊരു പ്രഭാതമുണ്ട് എന്ന് പഠിപ്പിക്കും. ഇപ്പോൾ ദുഃഖമാണ്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വരും, ഉഷസ്സിൽ ആനന്ദമുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും ദൈവത്തിന് തരാൻ കഴിയും. ആഫ്റ്റർ ദ ഡാർക്ക്നെസ് ദ ലൈറ്റ് വിൽ ഷൈൻ അഗെയിൻ. പത്രം വിറ്റുകൊണ്ട് നടന്നൊരു കൊച്ചുമോനുണ്ടായിരുന്നു. വളരെ ദരിദ്രനാണ്, കാലിൽ ചെരുപ്പേ ഇല്ല, തണുപ്പുള്ള ദിവസമാണ്. അപ്പോൾ ഈ തണുപ്പ് കൊണ്ട് കാലങ്ങ് കോച്ചു പോകുന്നു. അതുകൊണ്ട് ഈ പത്രം വിറ്റുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ
ഈ ഒരു കാല് ചൂടാക്കാനായിട്ട് മറ്റേ കാല് കൊണ്ട് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നു. അല്പം കഴിയുമ്പോൾ മറ്റേ കാല് മറുകാല് കൊണ്ട് വീണ്ടും തിരുമാൻ തുടങ്ങും. കാരണം വാമപ്പ് ചെയ്യുക. ഇത് കണ്ടുകൊണ്ട് നിന്നൊരു മനുഷ്യൻ അടുത്ത് എന്ന് ചോദിച്ചു, മോനെ തണുപ്പായില്ലയോ, ടു കോൾഡ് സൺ? അവൻ പെട്ടെന്ന് പറഞ്ഞു, സർ ഇറ്റ്സ് ടു കോൾഡ് ബട്ട് സൺ വിൽ ഷൈൻ അഗെയിൻ. തണുപ്പാ സാറേ, പക്ഷേ സൂര്യൻ ഉദിക്കും, സൂര്യൻ പ്രകാശിക്കും. ഇന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ ഈ പ്രത്യാശയുടെ ദൂത് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകാശമില്ലാത്ത ഇരുട്ടിൽ കൂടെ ഇപ്പോൾ സഞ്ചരിച്ചാലും പ്രഭാതം വരുന്നു. ഇറ്റ്സ് ടു കോൾഡ് നൗ ബട്ട് ദ സൺ വിൽ ഷൈൻ അഗെയിൻ. വെട്ടുക്കിളിയും പച്ചപ്പുഴവും തുള്ളനും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഇരട്ടിയായി തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ പ്രകാശമില്ലാത്ത ഇരുട്ടിൽ കൂടെ സഞ്ചരിച്ചാലും അവനിൽ ആശ്രയിച്ച്, അവനിൽ ചാരിക്കൊണ്ട് നമ്മുടെ ചെവികളെ ഉണർത്തി അവന് പറയാനുള്ളത് കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് നാം മുന്നോട്ട് പോകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇരുട്ടിനും അപ്പുറത്ത് വളരെ പ്രകാശിതമായ അന്തരീക്ഷം കാത്തിരിക്കുന്നു. ദൈവം വിശ്വസ്തനാകും. ഇതുവഴി നടത്തിക്കൊണ്ടു പോകുന്നത് ദൈവം ഇവിടെ അവസാനിപ്പിക്കാനല്ല. ഗോഡ്സ് ടണൽ ഈസ് ഓൾവേസ് ഓപ്പൺ അറ്റ് ദി അതർ എൻഡ്. ദൈവത്തിൻ്റെ ടണൽ അങ്ങേയറ്റത്ത് തുറന്ന ടണലാണ്. അത് അനുഗ്രഹത്തിലേക്കാണ്. ആ വഴിയെ നടക്കുവാൻ ദൈവം ദിനംതോറും നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അങ്ങയെ ഭയപ്പെട്ട് അങ്ങയുടെ വചനത്തെ അനുസരിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രകാശമില്ലാത്ത ഇരുട്ട് വന്നാലും നിന്നിൽ ആശ്രയിച്ച്, നിന്നിൽ ചാരി, നീ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്ന് മുന്നോട്ട് പോയാൽ ഞങ്ങൾക്കൊരു പ്രഭാതമുണ്ട്, ഞങ്ങൾക്കൊരു പ്രത്യാശയുടെ സമയമുണ്ടെന്ന് തിരുവചനത്തിൽ കൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ആ പ്രത്യാശയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴിപ്പാൻ കൃപ തരണമേ. ഈ സമയത്ത് ഇതുപോലെയുള്ള വേദനകളിൽ കൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ക്ഷമയോടെ കാത്തിരിക്കാനും അവിടെ പ്രയോജനമുള്ള ജീവിതം നയിക്കാനും, സമയം പാഴാക്കാനല്ല കർത്താവെ. പൗലോസിനെ പോലെ, യോസേപ്പിനെ പോലെ, ജോൺ ബെനിയനെ പോലെ, അനേക ഭക്തന്മാരെ പോലെ വേദനകളുടെ നടുവിലും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ജീവിപ്പാൻ അവരെ സഹായിക്കണം. ഞങ്ങൾക്ക് ഇതിനപ്പുറത്ത് ഒരു നല്ല പ്രഭാതം വരുന്നതുകൊണ്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.